സുനിൽ എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്ന്. സുനിൽ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം. ആഹാ, അതെ, കടമ്പഴിപ്പുറത്ത് ഇപ്പോൾ വലിയ ഉത്സവം നടക്കുക എന്നോട് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞല്ലോ. ആണല്ലോ, നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാ, ഉത്സവത്തിലൊക്കെ കാണാനൊക്കെ പോയോ? അതെ അതെ അതെ, കാണാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ന്യൂസ് കണ്ടോണ്ടിരുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഒന്ന് വിളിച്ചതാണ്. അപ്പൊ അവിടെ നിറയെ ആനകളൊക്കെ ഈ ഉത്സവത്തിന് അണിനിരക്കുമെന്നും അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്, ഒരുപാട് ആനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മംഗലാംകുന്നിൽ നിന്നൊക്കെ ആനകൾ എത്തുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞ പോലെ. മംഗലാകുന്ന് ഒരുപാട് ആനകളുണ്ട്. മംഗലാകുന്നാണല്ലോ നമ്മുടെ ഒരുപാട് ആനകളൊക്കെ ഉള്ള സ്ഥലം കേരളത്തില്. അപ്പൊ ആനപ്രേമിയാണോ ശ്രീ സുനിൽ? ആനപ്രേമിയാണോ? ഒരു പരിധി വരെ. ഒരുപാടൊന്നുമില്ല, ആനയുടെ അടുത്തൊന്നും പോകില്ല. ദൂരെ നിന്നുള്ള പ്രേമേ ഉള്ളൂ അല്ലേ? നമുക്ക് താല്പര്യം. അത് നല്ലതാ, ദൂരെ നിന്നുള്ള പ്രേമമാണ് നല്ലത്. പാവം ജീവികളെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ വലിയ ഒരു ചർച്ചാ വിഷയമായി വന്നിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്രമന്ത്രി വരുന്നു, ന്യൂനപക്ഷ മന്ത്രിയാണ്. അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗങ്ങളെ കാണുന്നു. അത് സാധാരണ സംഭവം എന്ന രീതിയിൽ കണ്ടാൽ മതിയോ, അതോ അതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഒരു കേന്ദ്രമന്ത്രി വന്ന് സഭാസ്ഥാനത്തെത്തി ഒരു സഭാധ്യക്ഷനെ കാണുന്നു എന്ന് പറയുന്നതിൽ സുനിൽകുമാർ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? എനിക്ക് പറയാനുള്ളത്, അത് ഈ ഇലക്ഷൻ അടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇലക്ഷൻ അടുത്തില്ലെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ട് നമ്മളെ ഒരു ഇലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇത് വരുമ്പോഴത്തേക്കോ ഒരു സമുദായത്തിന് പോയിട്ട് ഒരു പള്ളിയിലൊരു അച്ഛനോ അമ്പലത്തിലൊരു പൂജാരിയോ അല്ലെങ്കിൽ നമ്മളെ പള്ളിയിലത്തെ ഒരു വേറെ ആരെങ്കിലോ ബന്ധപ്പെട്ട ആരെങ്കിലോ പറഞ്ഞുകൊണ്ട് ആ പള്ളിയിലത്തെ വിശ്വാസികളോ ആ അമ്പലത്തിന്റെ പരിസരത്തുള്ള വിശ്വാസികളോ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും സ്വന്തം നിലപാടുള്ള ആളുകളാണ്. ഒരു അമ്പലത്തിന്റെ പൂജാരി പറഞ്ഞുകൊണ്ട് ആ അമ്പലത്തിന്റെ താഴെ വരുന്ന എല്ലാ ആളുകളും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ എല്ലാ സമുദായത്തിനും, സമുദായം എന്ന് പറയുന്നില്ല, ജനങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു പള്ളിയിലത്തെ ഒരു അച്ഛൻ വന്ന് ആ അടുത്ത ദിവസം നമ്മള് അവിടെ ഒരു പ്രെയർ നടക്കുന്ന സമയത്ത് അവിടെ എല്ലായിടത്തും പറയാണ് നിങ്ങൾ അടുത്ത തവണ വോട്ട് ചെയ്യേണ്ടത് ഇവർക്കാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ലല്ലോ. പക്ഷേ ഈ എന്താണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം ഈ സമുദായ നേതാക്കളെ കാണുന്നു മണ്ടന്മാരാണെന്ന് എനിക്ക് പറയാൻ, എന്റെ അഭിപ്രായമാണ് പറയുന്നത്. എല്ലാരും മണ്ടന്മാരാണ്. ഈ ബി ജെ പിക്കാരെ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞില്ല. ഏതൊരു കാര്യം ക്രിസ്ത്യൻസിന്റെ അവിടെ പോയിട്ട് നമ്മള് അവരെടുത്ത് പറയാണ്, ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയിട്ട് അവർ ഞാൻ ഈഴവ സമുദായക്കാരനാണ്. ഈഴവ സമുദായത്തില് എല്ലാവരെയും വോട്ട് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്നുണ്ടോ? വെള്ളാപ്പള്ളിയുടെ വീട്ടിലത്തെ വോട്ട് കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ ചെയ്യുന്ന മറ്റുള്ള ഈഴവ സമുദായം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ എല്ലാ പ്രധാന ശ്രദ്ധയാണ്, ഒരു കാര്യമില്ലാത്തതാണ്. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും. അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പൊതുവേദി പ്രേക്ഷകർ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉത്സവമാകുമ്പോൾ കുറെ പേരൊക്കെ ഉണ്ടാവില്ല, എല്ലാവർക്കും കുറെ പേര് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ന്യൂസ് ചാനലിലെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കണം. നല്ല ഗംഭീരമായിട്ട് ഉത്സവം നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം അഹമ്മദ് ബാബയും കൂടി ചേരുന്നുണ്ട്. അഹമ്മദ് ബാബ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. ശ്രീ അഹമ്മദ് ബാബ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി വന്നു കണ്ടു എന്നതിനെ വോട്ട് ലക്ഷ്യമാക്കി വന്ന് കണ്ടു എന്ന തരത്തിൽ നമ്മൾ വക്രീകരിച്ച് ചിത്രീകരിക്കുകയാണോ, അതോ വോട്ട് ലക്ഷ്യമാക്കി തന്നെ ആയിരിക്കുമോ വന്നിട്ടുണ്ടാവുക? 4 മണി മുതൽ 4:20 വരെയാണ് എന്റെ ന്യൂസ് 18 പൊതുവേദിയിലേക്ക് വിളിക്കുന്ന സമയം. ശരി. ഇപ്പൊ റംസാൻ ആയതുകൊണ്ട് സ്കൂളിന്റെ സമയം മാറ്റിയതുകൊണ്ട് പേരക്കിടാങ്ങളെ കൊണ്ടുവന്നിട്ട് കുറച്ച് നേരത്തെ എത്തി. അപ്പൊ ഇന്നിപ്പോ ട്രൈ ചെയ്ത പാടന്നെ കണക്ഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ താങ്കളുടെ മെസ്സേജുകളെ വായന ഇതൊക്കെ കൂടി കഴിഞ്ഞ് അങ്ങനെ പിടിച്ചു നിന്നതാണ്. നോമ്പെടുക്കുന്നുണ്ടോ? ഞാൻ നോമ്പെടുക്കുന്ന ആളാണ്. നോമ്പ് ഇവിടെ വലിയൊരു ഇത് ഇല്ലെങ്കിലും എനിക്ക് ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഉറങ്ങാതെ ഇരിക്കുന്നതുകൊണ്ടൊക്കെ നല്ല നോമ്പിനോട് വലിയ താല്പര്യമുള്ള ആളാണ്. പിന്നെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവരിപ്പോ ഇവിടെ പോയി ഇതിപ്പോ ഈ സമയത്തൊക്കെ ചെയ്യുന്നത് എന്തിനാന്നുള്ളത് നല്ല നല്ല അറിവും വിവരവും ഒക്കെ ഉള്ള ആളുകളെ തന്നെയാണ് ഈ വോട്ടൊക്കെ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അഹമ്മദ് ബാബനെ പോലെ വിവരമില്ലാത്ത ആളുകൾ ആരെങ്കിലും പോകുമ്പോ വിവരമുള്ളവര് പറഞ്ഞു തരും ഇന്ന കോലത്തിലാണ് ഇന്ന വിധത്തിലാണ് എന്നൊക്കെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് മഹാത്മാഗാന്ധി ഒന്നും അല്ല എന്ന് പറഞ്ഞ ഒരു മഹാന്റെ പ്രതിനിധിയും ഇപ്പൊ ഇന്ന് ഈ ബഹുമാനപ്പെട്ട ബിഷപ്പിനെ കാണാൻ ചെന്ന കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമാണ്.
ഇപ്പോ ഇവര് ക്രിസ്തീയ പള്ളികളില് ഇല്ലെങ്കിൽ ക്രിസ്തീയ പുരോഹിതന്മാരെയൊക്കെയാണ് അധികം പോയി കാണാൻ തുനിയുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോ പോയിട്ട് പ്രധാനമന്ത്രിനെ കണ്ടു വന്നതുകൊണ്ട് ഇനിയിപ്പോ പ്രധാനമന്ത്രിയോ ഇല്ലെങ്കിൽ ഇപ്പൊ ഈ കേന്ദ്രമന്ത്രിയോ കാരന്തൂര് മർക്കസ് സന്ദർശിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒക്കെ പിന്നിൽ ഈ മതപുരോഹിതന്മാർക്കൊക്കെ ഇതിപ്പോ ഈ പുരോഹിതനെ മോശമാക്കിയിട്ട് പറയുന്നൊന്നുമില്ല. സമുദായത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചം കിട്ടുമോ എന്ന് ഉള്ള ഒരു രീതിയിൽ വന്നതാണെങ്കിൽ പോലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പോയിട്ടുള്ളത് ശരിക്കും ED പേടിയുണ്ട് തന്നെയാണ്. അതിപ്പോ ഇവരുടെ കയ്യിലുള്ള ഒരു ആയുധമാണ്. പക്ഷെ BJP അല്ല കേന്ദ്രം ഭരിക്കുന്നത്. BJP സ്വന്തമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന സ്ഥിതി ഇതാ. അത് രണ്ട് തൂണിൽ നിൽക്കുകയാണ്. ഏത് സമയത്തും മറിഞ്ഞു വീഴാൻ പറ്റുന്ന ഓഫർ തൂണുകളാണത്. അപ്പൊ ഇതുകൊണ്ടൊന്നും യാതൊരു വിധത്തിലൊരു കാര്യമില്ല. PC ജോർജ് പറഞ്ഞതൊന്നും അറിയില്ല. ഇന്നിപ്പോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയത് വാങ്ങിത്തന്നത് മഹാത്മാഗാന്ധി ഒന്നുമല്ല, അയാൾ ആരാണ്. അപ്പൊ ഇതുകൊണ്ടൊന്നും യാതൊരു മെച്ചവുമില്ല. ഒരു വിധത്തിലും PR വർക്കുകളൊക്കെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും. ഏതായാലും സംസാരിക്കാൻ അവസരം തന്നതിന് വളരെയധികം നന്ദി. ഓക്കെ, സന്തോഷം. അപ്പോൾ താങ്ക് യു. അപ്പോൾ സജീവ് കുമാർ കൂടി എന്നോടൊപ്പം ചേരുന്നു കൂത്തുപറമ്പെന്ന്. സജീവേ, സഹോദരനൊക്കെ സുഖമായിരിക്കുന്നു സജീവേ? സുഖം മനസ്സാറേ. പിന്നെ ഇതെന്നാ സംഭവം എന്നറിയാവുക, കേരളത്തിലെ ജനങ്ങള് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിലായിരുന്നു. കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാട്. ഇപ്പൊ എന്റെ നാട്ടിലെ ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യുക? ആര് പറഞ്ഞ വോട്ട് ചെയ്യും? ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അവര് രാഷ്ട്രീയത്തിനെ വോട്ട് ചെയ്യൂ. അല്ലാണ്ട് ഞങ്ങളിത് ഈ മതമേലദേശന്മാരെ വയ്യ പോയിട്ടോ അല്ലെങ്കിൽ അവരെ വയ്യ പോയിട്ടോ അങ്ങനെ ഇപ്പൊ മനുവേട്ടന്റെ നാട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞാൽ മനുവേട്ടൻ അതേപോലെ വോട്ട് ചെയ്യുക? അല്ല, രാഷ്ട്രീയമായി നമ്മൾ ആര് നമുക്ക് നമ്മുടെ നാടിന് കൂടുതൽ ഗുണം ചെയ്യുന്ന അവരെ വോട്ട് ചെയ്യും എന്നുള്ളതാണ്. അതല്ലേ നോർത്ത് പോയിന്റ്. ശരി. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണ്ടതുകൊണ്ടാണ്. അപ്പോൾ സജീവ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അപ്പോൾ ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ മുരളി എന്നോട് പറയുന്നത് കേരളം ബംഗാളാക്കണ്ടെന്ന് പറയുന്നു. ജയകുമാർ എന്നോട് പറയുന്നത് കൃഷ്ണൻകുട്ടിയെ വരണം കേട്ടോ. ഏത് ഉത്സവത്തിന് ശ്രീ കൃഷ്ണൻകുട്ടിയെ വിളിക്കുന്നുണ്ട്, മണിമല്ലിയിലെ ശ്രീ കൃഷ്ണൻകുട്ടിയെ നമ്മുടെ പൊങ്കാല ഉത്സവത്തിന്. എല്ലാവരും ദിവസവും രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കുകയും കലഹിക്കുകയും ചെയ്യുന്നു. മനു, നമ്മൾ ഒരു ദിവസം ഉത്സവം ചർച്ച വെച്ചാലും എല്ലായിടത്തെയും ഉത്സവത്തെപ്പറ്റി എല്ലാവരും പറയട്ടെ, നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉത്സവത്തെക്കുറിച്ചും പറയാം, നമുക്കെല്ലാം പറയാലോ. നമുക്ക് ഇന്ന വിഷയം തന്നെ പറയണമെന്നില്ല. നമ്മൾ പൊതുവേദി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയല്ലേ. അപ്പം നമുക്ക് എന്ത് വിഷയം പറയണമെന്ന് തോന്നിയാലും പറയാം. എംസ്റ്റീൻ ഫയൽ ചർച്ച വേണമെന്നാണ് വേറെ ഒരു പ്രേക്ഷകൻ പറയുന്നത്. മിസ്റ്റർ MR അരോറയാണത്, ഔറ ആണ് എന്നോട് പറയുന്നത്. മുരളീധരൻ നായർ MN വന്നിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് മുരളീധരൻ നായർ MN. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.